നമ്മള് എവിടക്ക പോണേ? പുതിയങ്ങാടി നേർച്ച. ഡേ 1 ഓഫ് പുതിയങ്ങാടി നേർച്ച. ഇപ്പൊ നേർച്ചന്റെ വീഡിയോ ഇടുമ്പോ എല്ലാരും പറയും നിങ്ങൾ അതിന്റെ ആളാണോ ഇതിന്റെ ആളാണോ. നമ്മൾ അതിനുള്ള ആൾക്കാരല്ല. പക്ഷെ നമ്മള് നാട്ടിലൊരു ഫെസ്റ്റിവൽ അല്ലേ ഇൻഷാല്ലാ. അപ്പൊ ഫെസ്റ്റിവൽ ആകുമ്പോ അങ്ങനെ കൂടുന്നു അല്ലേ? എനിക്ക് ഇത് ഇഷ്ടമില്ല. ഞാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത് ഇങ്ങനെ അവിടെ ഇങ്ങനെ ആ വൈബിൽ ഇങ്ങനെ കറങ്ങിയെടുക്കാൻ ഇഷ്ടം. അല്ലാണ്ട് അതിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ലല്ലേ? ഇല്ലല്ലോ. റൂയിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഫ്ലാറ്റിൽ പോവാണ് റൂയിക്ക് ആകെ പേട്ടിൽ 2 സാധനങ്ങളാണ്. ഒന്ന് പടക്കം. എന്താ മാപ്പുട്ടിക്കാരന്റെ വീട്ടിലല്ല പടക്കമുള്ളത്, നേർച്ചക്കാണ്, ഫെസ്റ്റിവലിനാണ് പടക്കമുള്ളത്. പക്ഷെ ഇന്ന് പടക്കമില്ല കേട്ടാ, ഇന്ന് പടക്കമില്ല. അതുപോലെ ഇന്ന് ആന ഉണ്ടാവും. പോണ്ട എന്നാ പിന്നെ ഈ ഫ്ലാറ്റിൽ പോയിക്കോ. ആന പേടിയാണ്, പടക്കം പേടിയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? പുതിയങ്ങാടിൽ ആരുമില്ല. എന്റെ ഉമ്മക്ക് അവിടെ തന്നെ. ഞങ്ങൾ പോണത് എന്റെ ഉമ്മയുടെ വീട്ടിലോട്ടാണ്. അപ്പം ആക്ച്വലി ഈ നേർച്ച എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഫെസ്റ്റിവൽ, പുതിയങ്ങാടി ഫെസ്റ്റിവലിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ബന്ധങ്ങളെല്ലാവരും കൂടി, മീൻസ് ഒരു വീട്ടിൽ ഉള്ള എല്ലാ ആൾക്കാരും വരും, അവിടെ ഫുഡ് ഉണ്ടാക്കലും അവരെല്ലാവരും കൂടി സംസാരിക്കുക, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു നേർച്ചയിലൂടെ വിചാരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ സമയത്ത് പുതിയങ്ങാടി ഭാഗത്തുള്ള മിക്ക വീടുകളിലും ബന്ധുക്കളൊക്കെ വന്ന് ഈ 3 ദിവസം ഒരു നല്ലൊരു വൈബായിരിക്കും, ഒരു ഫെസ്റ്റിവൽ വൈബായിരിക്കും ഉണ്ടാവുക, എല്ലാവരും സംസാരിച്ചിരുന്ന്. അപ്പോൾ ആഘോഷങ്ങൾ അതിനപ്പുറം നശിപ്പിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ വീട്ടിലോട്ടാണ്, അങ്കിളിൻ്റെ വീട്ടിലോട്ട്. അവിടെയാണ് കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വണ്ടി പോവില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഏകദേശം ഒരു 1:30 ഒക്കെ അപ്പോഴേക്കും ഇവിടെ എത്തുന്നുണ്ട്. ഇതൊന്നും തുടങ്ങിയിട്ടില്ല. പാർക്കൊക്കെ ഇപ്പോഴൊന്നും ഇവിടെ ആൾക്കാരില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്താ പറയാ, മണൽത്തരി വിതറിയ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേൾക്കും. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് കൂടുതൽ ഞാൻ ഇക്കാനെ പറ്റി പറയുന്നില്ല. എന്താ ഇവിടെ എന്തായിരുന്നു ആദ്യം? ടോയ്സ് ഇപ്പോഴല്ലേ, അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിക്കണം. നീ ഈ സമയത്തല്ലേ ശരിക്കും ഈ നേർച്ചന്റെ വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ കുറച്ച് ഞാൻ ഈ വണ്ടികളൊന്നും പോവില്ല. അപ്പം വൈകുന്നേരമാണ് വരവുകളൊക്കെ വരിക. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. വെറുതെ നടക്കാൻ കുട്ടികളൊന്നും കൂട്ടാൻ പറ്റില്ല. ഇതുപോലത്തെ ചൊറിഞ്ഞ സാധനം തീരും പറ്റില്ല. ഇല്ല അവിടെ പടക്കം ഇല്ല കുട്ടി. നല്ല റോഹി ടോയ്സ് വാങ്ങിച്ച്. ഇതാണ് യാറം പള്ളി. കൂടുതലൊന്നും പറയുന്നില്ല. അവിടെ ഇരിക്കും ഇനിയിപ്പം ഈ കമ്മിറ്റിക്കാർ ഇരിക്കുന്ന സ്ഥലം. അവിടെ സംസാരിക്കല്ലോ, മീൻസ് അങ്ങനെ അനൗൺസ് ചെയ്യില്ലേ, അതൊക്കെ. ഇതാണ് യാറത്തിന്റെ കോമ്പൗണ്ട്. ടോയ്സ് ഒക്കെ റൂയല്ലേ മമ്മനെ കാണുന്നൊക്കെ പറഞ്ഞിരുന്നത്. പപ്പ പോയോ? നാളെ അപ്പൊ പോണ്ട. ഈ വെറുതെ ഇങ്ങനെ പുഴു അടിക്കരുത് കേട്ടാ. ഈ പറഞ്ഞനുസരിച്ച് റൂഹി വിശ്വസിക്കൂ. ഈ ഒരു ബീഫ് കറിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാനിപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ പുതിയങ്ങാടി നേർച്ചയുടെ ഫസ്റ്റത്തെ ഡേ ബീഫ് കറി ആയിരിക്കും. അത് എൻ്റെ ഓർമ്മ തൊട്ട കാലം മുതലേ അങ്ങനെയാണ്. വലിയമുള്ള സമയത്തൊക്കെ വലിയ കലത്തിലൊക്കെ ആയിരുന്നു. അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഒരു വീട്ടിൽ. ഒരുപാട് വലിയമ്മാൻ്റെ ഫാമിലിയിൽ നിന്നും വലിയപ്പാൻ്റെ ഫാമിലിയിൽ നിന്നും പിന്നെ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പിന്നെ അമ്മായികളുടെയും എല്ലാവരുടെ ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു പുതിയങ്ങാടി നേർച്ച എന്നുള്ളത് കേട്ടോ. അത്രയും ആൾക്കാർ ഫുഡ് കഴിക്കാണ്ടാവും. പക്ഷെ ആർക്കും ഒരു പരിഭവം ഇല്ല, പരാതിയില്ല, ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഭക്ഷണത്തിനാണെങ്കിലും ഒരു കുറവുണ്ടാവില്ല.
ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും അന്നത്തെ വീഡിയോയിൽ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേർച്ച എന്നുള്ളത് ആചാരമോ അനാചാരമോ എന്തോ ആവട്ടെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബബന്ധം നമ്മൾ യോജിപ്പിക്കുന്നുണ്ട്, ബന്ധങ്ങൾക്ക് നമുക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ. രണ്ടാളും കൂടി റോയിമോളെ പേടിപ്പിക്കുക കേട്ടോ. റോയിമോളാണെങ്കിൽ ഭയങ്കര പേടിക്കാരിയാണ്, പടക്കം പൊട്ടുന്നതും അതുപോലെ ഈ സൗണ്ടുകളൊന്നും പറ്റില്ല അവൾക്ക്. അതിന് പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അടിപൊളിയായിരുന്നു, നെയ്ച്ചോറും ബീഫ് കറിയും. അന്ന് എന്തെന്നില്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ ഒരു കറിക്ക് കേട്ടോ. കാരണം ആ ഒരു സ്നേഹത്തോടെ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു കറിക്ക് പ്രത്യേക ഒരു സ്വാദ്. അപ്പോൾ അമ്മാവൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. അമ്മാവന് നേർച്ച കമ്മിറ്റിയിലത്തെ ഒരാളാണ്. അപ്പോൾ ആൾ ഇനി കൊടിയേറ്റ വരവിന് മുന്നിൽ നിൽക്കാനായിട്ട് വരാനുണ്ട്. അപ്പോൾ അവിടുന്ന് കൊടിയേറ്റ വരവ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ തൊട്ട് പുതിയങ്ങാടി വരെ നടന്നിട്ട് വരണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. നേരത്തെ കാലത്ത് ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റാക്കി നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകണം, തിരൂരിലോട്ട് പോകണം. 3 മണിക്കോ 4 മണിക്കോ എന്ന് തോന്നുന്നു ആ ഒരു കൊടിയേറ്റ വരവ് തിരൂരിൽ നിന്ന് വരുന്നത്. അതിവിടെ എത്തുന്നത് 6 മണി 6:30 ആ ഒരു സമയത്തായിരിക്കും. അത്രയും എന്താ പറയുക ദൂരം നടക്കാനുണ്ട് അവർക്ക്. പിന്നെ അമ്മാവിൻ്റെ 2 മരുമക്കളുടെ വീട്ടുകാരുണ്ട്. ഒരു മരുമോൾ UAE-യിലാണ്, ഒരാളിവിടെ ഉണ്ട്. അപ്പോൾ 2 പേരുടെയും വീട്ടുകാർ ഇവിടെ ഉണ്ട് കേട്ടോ. അത് 2ാമത്തെ മരുമോളും ഉമ്മയാണ്. അവരുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മരുമോളും ഉമ്മ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ചോറൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാനും ഇക്കും റൂഹിയും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിരിച്ച് പോന്നു. തിരിച്ച് വന്നപ്പോഴേക്കും അവിടെ ചായയുടെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ, സ്നാക്ക് ഇതൊക്കെ കഴിച്ചു. ഇതാണ് സത്യം പറയുകയാണെങ്കിൽ നേർച്ചയുടെ ആ ഒരു വൈബ്. എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞ് സംസാരിച്ചിരുന്ന് അങ്ങനത്തെ. ഇതാണ് മൂത്ത മരുമോളുടെ ഉമ്മ കേട്ടോ. നേരത്തെ കാണിച്ചത് 2ാമത്തെ മരുമോളുടെ ഉമ്മ. എൻ്റെ അനിയത്തിനെ ഇവിടെ എവിടെയും കാണുന്നുണ്ടാവില്ല. ആളുടെ ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ. ആളുടെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ നേർച്ചയുടെ ആ ഒരു കൊടിയേറ്റ വരവ് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഹസ്ബൻഡും അനിയത്തിയും കൂടി വന്നതാണ്. മക്കൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ കൊടിയേറ്റ വരവ് 4 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ എത്തുന്നത് 6 മണിക്കൊക്കെ ശേഷമായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അവിടെ ഒരു റൂമുണ്ട്, അമ്മാവൻ സംഘടിപ്പിച്ച് തന്നിട്ടുള്ള റൂമാണ്. അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ ഇരുന്നിട്ടാണ് നേർച്ച കാണാറ്. അപ്പോൾ അത് ഒരു ക്ലോസ്ഡ് റൂമാണ്. അപ്പോൾ അവിടെ ഇരുന്നാൽ നമുക്ക് നേർച്ച നന്നായിട്ട് കാണാം, നമ്മളാരെയും കാണില്ല. അങ്ങനത്തെ ഒരു സ്പേസാണ്, ചെറിയൊരു സ്പേസാണ് റൂമായിട്ട്. അപ്പോൾ നേരെ യാത്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എനിക്കാണെങ്കിൽ വലിയ താല്പര്യമില്ല, പക്ഷേ എന്താ പറയുക, മക്കളാണെങ്കിൽ അവിടേക്ക് പോവും വേണം. അപ്പം അങ്ങനത്തെ ഒരു ഇതിലായതുകൊണ്ട് പിന്നെ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കുകയാണ്. ആളുകളുടെ തിരക്ക് കൂടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ചെന്നൈ 2 BPM-ആണ്. അങ്ങനെ കൊടിയേറ്റമൊക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റത്തെ വീഡിയോസൊക്കെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മാവിൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണം. ആ തിരക്കിൻ്റെ ഇടയിൽ പോവേണ്ടി വരും, കാരണം നെക്സ്റ്റ് ഡേ മക്കൾക്ക് സ്കൂളുണ്ട്. കാർക്ക് വരുന്നു പറഞ്ഞിരിക്കണ ആന. ബൈ പറഞ്ഞോളാ ആന, ബൈ പറഞ്ഞോളാ. പോട്ടാനെ നേരില്ല. ഇവരൊന്നുണ്ട് വീട്ടിൽ പോവാത്തത്. ബൈപ്പാസിലേക്ക് മറ്റു വന്നിട്ടുണ്ടോ? എന്താ ഇപ്പൊ ഇവിടെ ഈ ആൾക്കാർക്കൊന്നും വേറെ പണിയില്ലേ? ഞാനിവിടെ
അടങ്ങിക്കട മക്കളെ. എന്തുകൊണ്ടൊരു കുത്തിയെന്നോ. എന്തൊരു ക്യൂ ആണ് ഇവർക്കൊക്കെ. എന്താ അല്ല എന്താ പോലെ എന്തൊരു തിരക്കാ ഇതിന്റെ ക്യൂ ഒക്കെ ആണ്. ആ തോണിന്റെ തിരക്കൊക്കെ. എന്ത് സമയം എത്ര? 10:45. ഈ സമയത്ത് ഊഞ്ഞൽ കളിക്കാൻ. ആ അതാ പറഞ്ഞ ഇത്രയും ക്യൂ നിന്നിട്ട് ആൾക്കാർ ഈ ഒരു സമയത്ത്. പുതിയങ്ങാടി നേർച്ചക്ക് പോവാൻ വേണ്ടിട്ട് അയലിടാണ്. റോസു നല്ല കുട്ടിയാണ്, കുറേ പണിയെടുക്കുന്നുണ്ട്. വാഷ് ചെയ്തത് തോരടാണ്, അയലിടാണ്. ഇത് ഞാനും മടക്കി വെക്കോ? നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ കുട്ടികൾ? ഒരാൾക്കൊരു പണിയെ പറ്റുള്ളൂ. അടുത്തത് റീനു. ഒന്ന് റീനു എടുക്കണി, ഒന്ന് റോസു. ഒന്ന് റോസ് എടുക്കണി, ഒന്ന് റീനു. കംപ്ലൈൻസ് പറയാ. എന്താ അമ്മ റോസുവിനോട് പറയാത്തത്? എന്താ റീനോട് പറയാത്തത് അല്ലേ? എന്താ ഡീസന്റ് കുട്ടി. അത് കുട്ടി വേറെ ഉണ്ടാവില്ല. റൂഹിമോൾ എത്തിയിട്ടില്ല. റൂഹിമോൾക്ക് ഇന്ന് കുറച്ച് നേരം ഉണ്ട് ക്ലാസ്. റീനു റോസും നേരത്തെ വന്നതാണ്. റീനു ഡ്യൂട്ടി ഇല്ലേ? പാവം റോസ് ഒറ്റയ്ക്ക് പണിയെടുക്കണം. എന്താണ് റീനു വീഡിയോയിൽ സംസാരിക്കൂല, അല്ലാത്ത സമയത്ത് കാക്കൂ 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 ഇതന്നെയാണ്. എന്ത് രണ്ടാളും കീഴും പാമ്പാ. എന്നാ ഞാൻ ഒരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വരും. ആ എന്തിനാ ഇല്ല, ആ എന്തിനാ റോസിനടിച്ച്, എന്തിനാ റീനടിച്ച്? റോസ് മതി കണ്ണാടി നോക്കിയത്. തട്ടിട്ടുണ്ട് കേട്ടാ ഇത്. ഈ ഷോൾ ഞാൻ നോക്കി ഇറക്കണത്. എനിക്ക് വേണം ബ്ലാക്ക് ഷോള്. അല്ല എൻ്റെ ഷോൾ ഐ എം സോറി. എവിടെ കുട്ടി? അല്ല റൂയിനെ കാണാനില്ല. റൂയി പോണ്ടേ? നമുക്ക് പോണ്ടേ നേർച്ചക്ക്? എല്ലാരും പോവാണ്. എന്തേ? എന്താ കാരണോ? റൂയി വിടന്നോ? റൂയി വിടന്നോട്ടാ. റൂയി പോണ്ട. റൂയിക്ക് മെഡൽ കിട്ടിക്കണേ, പ്രൈസ്. അതെങ്ങനെ? ഇതെന്താ സംഭവം? എന്തിനാണെന്ന് അറിയണ്ടാവില്ലല്ലേ. ഇന്ന് ഇവർക്ക് റണ്ണിങ് റേസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനൊക്കെയാണ് അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഏതിനാ കിട്ടിയത്? ഓടിയോ ചാടിയോ? എന്താണ് എന്താന്ന് ആൾക്കാരെ അറിയില്ല. മാമിനോട് ചോദിക്കേണ്ടി വരും ഇനിയിപ്പോ എന്താന്നുള്ളത്. വന്ന പാടാൻ ബിസിയാണ്. ചോക്ലേറ്റ് തിന്നത്. ഇതായാലും ചോക്ലേറ്റ് തിന്നത് വാങ്ങിച്ചതാ. എന്നിട്ട് വാ, ഇവിടെ വാ കുട്ടി, വാ. ഡ്രസ്സ് മാറ്റി. ഇന്ന് പടക്കല്ല. വാ കേറി കേറിക്കോ. ഏതാണെങ്കിൽ താഴെ പോയ പോലെ. റോസറിന് വാ. അപ്പൊ നമ്മൾ എവിടെ പോകുന്നത്? പുതിയങ്ങാടി നേർച്ചയുടെ 3rd ഡേ ആണ്. പുതിയങ്ങാടിക്ക് പോയതിയാ? കുറച്ച് സുന്ദരി കൂടുതലാണല്ലേ. ഓസിന്റെ കാണാൻ ഒരു രസമില്ല. റൂയി നല്ല ബ്യൂട്ടിഫുൾ ആണ്. റൂയി പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഇന്ന് പടക്കല്ല, ഇന്ന് ടോയ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ വാങ്ങിക്കല്ല കേട്ടാ. കുയ് കുയ്. ഇതാണ് നേർച്ച. ഒരു മണിക്കൂറിൽ കഴിഞ്ഞ ഇവിടെ വണ്ടികൾ ഇല്ലല്ലോ.
ഉച്ചയ്ക്കൊന്നും ആളുണ്ടാവില്ല അല്ലേ? ഓ ഇന്നലെ വൈകുന്നേരം എന്തൊരു തിരക്കായിരുന്നു. വൈകുന്നേരം മുതൽ തുടങ്ങണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്കിളിൻ്റെ വീട്ടിൽ ഈ വൈകുന്നേരമാണ് ഇവിടെ പരിപാടി തുടങ്ങുക. അബു റൂയിക്ക് പേടിയുണ്ട്. അല്ല ഈ പടക്കം പൊട്ടിക്കരുത് കേട്ടാ. അബു പടക്കം പൊട്ടിക്കരുത് കേട്ടാ. പൊട്ടിക്കൂലല്ലോ. എന്തിനാ ഇത് പൊട്ടിക്കണത്? റൂയിക്ക് പേടില്ലേ? എൻ്റെ റൂയി മോളല്ലേ? പപ്പ അവള് വണ്ടി നിർത്തണ്ട പപ്പ. അവള് പോവാണ്. റൂയി പോവണ്ട. തന്നില്ല ചീച്ചി ബാബ അല്ലേ? നോക്കട്ടെ 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 റൂയി നോക്കട്ടെ. ഞാൻ ഓണാക്കിയതാ. അങ്ങനല്ല, ക്യാമറ തിരിച്ചാക്കുന്നുണ്ട് റൂഹി. റൂഹിമോക്ക് എത്ര പോയി ടോയ്സ് ആണ്. പൊട്ടിക്കണ്ട, അങ്ങോട്ട് വാ, ഞാൻ ചോദിക്കട്ടെ. അതെന്താന്ന് പോലും അവൾക്ക് അറിയണ്ടാവും കേട്ടമ്മ. അവൾ പേപ്പർ അടിച്ച് ചെയ്യുമ്പോ ഇതെന്താ പപ്പ അവിടെ ഉണ്ട്. ക്യാമറ നേർച്ചന്റെ പാസ്സാണ്. അതാ ഞാൻ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയേ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കുത്തി കഴിച്ചിട്ട് എത്ര ഉള്ള ഷിഫ? വണ്ടി കിട്ടിയില്ല. എന്തൊക്കെ സ്പെഷ്യലൊക്കെ കിട്ടുന്നില്ല. എന്താണ് എന്താണ്? വാ മോളെ വാ. വീടലേക്ക് ഇതെന്താണ് കോളായും പിടിച്ചാൽ പത്തുണ്ട്. ഇതെനിക്കതാ ഇവിടെ കത്തിക്കണോ? അങ്ങനെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഒപ്പിച്ചു കൊടുത്തിട്ട് അവരവിടെ വീട്ടിലിരുത്തിട്ട് ഞാനും ഉമ്മയും അമ്മായിയും അനിയത്തിയും കൂടി ഞങ്ങൾ 4 പേരും കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. ചട്ടിയും കലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ വിചാരിച്ചു. കുട്ടികളെയും സ്വർണ്ണാഭരണങ്ങളെയും സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു നടത്തണ്ടല്ലോ, മക്കളൊന്നും കൂട്ടാണ്ട് നമ്മൾ ഒറ്റയ്ക്കുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട് നോക്കി നിന്നിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ നടത്തും. അത് നല്ല രസമായിരുന്നു. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. റീനൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. റീനു കൂട്ടാൻ പോയതിൻ്റെ ഒരു സങ്കടത്തിൽ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇക്കാൻ്റെ കൂടെ ഞങ്ങൾ വീണ്ടും പുറത്തുപോയി. പപ്പ വാങ്ങിച്ചിട്ടില്ല.
അങ്ങനെ തിരിച്ച് നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും മക്കളെല്ലാവരും കൂടി പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് വരവൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ചോറ് കഴിച്ച് വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെയും ചോറ് കഴിക്കില്ല എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾ കുറച്ച് ഗ്യാപ്പിലാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അങ്ങനെ പിന്നെ ചോറ് കഴിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, കാരണം ഇനി രാത്രി വരെ ഇരിക്കാനുള്ളതാണ്. ഇനി ഇവരുടെ പടക്കം പൊട്ടാനുണ്ട്. അതിനിടയ്ക്ക് വരവുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറച്ച് പേര് മാത്രം ആ റൂമിൽ, അതായത് ഈ ആർത്തിൻ്റെ അവിടെയുള്ള റൂമിൻ്റെ മേലെ കയറി നിന്നിട്ടുണ്ട് ചാപ്പക്കാര വരവിനായിട്ട് കേട്ടോ. ഇന്ന് 3-ാം ദിവസത്തെ ലാസ്റ്റത്തെ വരവാണ്. അതായത് ആ ഒരു വരവോട് കൂടിയിട്ട് നേർച്ച അവസാനിക്കും. ഞാൻ, ഉമ്മ, അമ്മായി, റീനു, പിന്നെ അമ്മായിൻ്റെ മരുമോളുടെ ഉമ്മ, അവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കിടന്നുറങ്ങാണ്. ഇക്കിയും റീനും റൂഹിയും റോസും ഒക്കെ കിടന്നുറങ്ങാണ്. ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ. അത് സമയം ഒരു 2 മണി 3 മണിയൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ചാപ്പക്കാര വരവും കമ്പം കത്തിക്കലും അതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എന്തായാലും കുറേ പേർക്ക് പരാതികളും ഉണ്ടാവും, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അനാചാരം തന്നെയാണ്. പക്ഷേ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതൊരു ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്യണമൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം അത് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ബൈ.